ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു മുത്തശ്ശി സ്റ്റൈലിൽ അരിപ്പൊടി ചേർത്ത മണിപ്പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഈ പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 പാലടക്കം 6 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1 പാൽ തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് തേങ്ങ നല്ലോണം പിഴിഞ്ഞ് ആ പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഏകദേശം ഒരു 5 ഗ്ലാസ് പാൽ കിട്ടുന്ന രീതിയിൽ തേങ്ങ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കാം. ഇനി പായസത്തിലേക്കുള്ള മണികൾ തയ്യാറാക്കാനായി ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. പത്തിരിക്കായിട്ട് നല്ലോണം വറുത്ത് വെച്ച പൊടിയാണിത്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് തണയാൻ വേണ്ടി വയ്ക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി എടുത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വെക്കാം. ഇത് നമ്മൾ ഒഴിക്കുന്നത് പായസം ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ അരിപ്പൊടി തണഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇത് നമുക്കിനി കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവൻ മണികളാക്കി ഒരു പാത്രത്തിൽ വയ്ക്കാം. ഞാനിതാ ഏകദേശം ഇത്രയും ബോളുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാവുമ്പോഴേക്കും 1 ഗ്ലാസ് പഞ്ചസാരയും നമ്മൾ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. നിങ്ങൾക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര തന്നെ എടുക്കണമെന്നില്ല, ശർക്കര ഉരുക്കി ഒഴിച്ചതായാലും മതി. ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി വെച്ച ബോളുകൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാവുമ്പോഴേക്കും ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഈ മധുരമൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം. ബോളുകൾ അധിക സമയമൊന്നും വേവേണ്ടതില്ല, നല്ല വറുത്ത പൊടിയുമാണ്, പിന്നെ തിളച്ച വെള്ളത്തിൽ കുഴച്ചതും കൂടി ആയതുകൊണ്ട് തന്നെ ഇനി ഒരു 10 മിനിറ്റ് സമയം വെന്താൽ മതി. ഇതാ നമ്മുടെ ബോൾസൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച 1 പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അധികം തിളയ്ക്കണ്ട, നല്ലോണം ഒന്ന് ചൂടായാൽ മതി. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ചേർത്ത മണിപ്പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.